ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മേളിലെ കുറച്ച് പച്ചക്കറികളും കുറച്ച് പൂന്തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു അതിഥിയുണ്ട്. ആ അതിഥിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മുല്ലയിൽ അത്യാവശ്യം മുല്ലമുട്ടൊക്കെ വന്ന് കുറ്റുമുല്ലയായിട്ട് പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നേരം എടുത്ത് നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ടെറസിലോട്ട് ചെല്ലുമ്പോൾ എന്ത് നല്ല മുല്ലപ്പൂവിൻ്റെ നല്ല മണം കേട്ടോ. അതുപോലെ തന്നെ ഈ ചെടി കണ്ടോ, എനിക്കിതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. ഇത് രാത്രി വിരിയുന്ന ഒരു ചെടി സൈസ് പ്ലാന്റ് ആണ്. അങ്ങനെ ആ പ്ലാന്റിൻ്റെ പേര് കിട്ടി കേട്ടോ, നിശാഗന്ധി. ഇത് രാത്രി വിരിയുന്ന പ്ലാന്റാണ്. ഭയങ്കര മണമാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പക്ഷെ ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല കേട്ടോ. കുഞ്ഞു ആ ഇലയില കണ്ടോ, കുഞ്ഞു ആ ഇലയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാ വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, പൂ നല്ല രസമാണ്. പക്ഷേ രാത്രിയിൽ അത് വിരിയുന്ന, നേരം വെളുക്കുമ്പോൾ അത് വാടി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ടെറസിലുള്ളത് നാരകമാണ്. നാരകത്തെ അവിടെ ഇവിടെയൊക്കെ ചെറിയ നാരങ്ങയുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നിറയെ കാ കാണണമെന്നൊന്നും ഇല്ല. ഈ ഇതുപോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നാണേലും മതി, ഒരു കുഞ്ഞു കാ കണ്ടാലും മതി. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നമുക്ക് നേരം വെളുക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. അതുപോലെ തന്നെയുള്ളതാണ് ഒരു പച്ചക്കറിയാണ് നമ്മുടെ തക്കാളി. ഇത് ഒരു തൈ കേട്ടോ. ഒരു തൈ ഞാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പല തണ്ടയിലായിട്ട് ഒരുപാട് തക്കാളികൾ കണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പൂവായിട്ടുള്ള തക്കാളി ആകാനുള്ളതാണ്. ഇത് ഒരാഴ്ച മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പം ജസ്റ്റ് ഇപ്പോഴത്തെ വീഡിയോയും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ തക്കാളി ഫുള്ളും ആയിട്ടുണ്ട്, ആ പൂവായതൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ എനിക്ക് ഭയങ്കര സന്തോഷം തന്നായത് കേട്ടോ. ഇത് നമ്മുടെ നെല്ലിക്കാപ്പുളി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു മരമുണ്ട്, ഒരു ചെറിയൊരു മരം. അതിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. അവിടുത്തെ ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ചെല്ലാൻ നേരത്തുണ്ടല്ലോ, നോക്കാൻ നേരത്തൊരു കിളിക്കൂട്. അന്ന് ഇവത്തേക്ക് ഇതില്ലായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ കിളിക്കൂട്. പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിനകത്ത് മുട്ട കണ്ടോ. ഞാനത് മുട്ടയുടെ വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും തള്ളക്കിളിയാണ്ട് അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. തള്ളക്കിളി അവിടെ ഇല്ലെങ്കിലും അതിന് ഫുൾ കവറിങ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് ഓടി നമ്മുടെ അടുത്തോട്ടേക്ക് വരും, നമ്മളത് എടുക്കുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് ആ കിളിക്ക്. അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. ആ കിളിക്കൂടും മുട്ടയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പോയി നോട്ടമാണ് അതിന്. പിന്നെ ഈ കിളിക്കൂട് ഈ നെല്ലിക്കാപ്പുളിയുടെയും ഈ ഒരു ചെടിയുടെയും നടുക്കായിട്ടാണ് ഈ കിളിക്കൂട് വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു മുട്ടയുള്ളൂ കേട്ടോ. അവത്തേലും ഒരു മുട്ടയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പേടിയായിരുന്നു. കാര്യം നമ്മൾ ആ മുട്ട നശിപ്പിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം അത് വന്ന് നമ്മളെ ആ ബേർഡിൻ്റെ പേരെനിക്കറിയത്തില്ല, നമ്മളെ ഉപദ്രവിക്കാൻ വരുമെന്നൊക്കെ പേടിയായിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പിലയുണ്ട്, തക്കാളിയുണ്ട്, നാരകമുണ്ട്. ഇതൊക്കെ നമുക്ക് നേരം വെളുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സ് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആയിരിക്കും. നേരം വെളുക്കുമ്പോഴേ നമ്മൾ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും കണ്ടാൽ നമ്മുടെ കിളിക്കൂട് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഇനി പുറത്ത് നിന്നാണ് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് കേട്ടോ. ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നിന്ന്, ഇതൊക്കെ ഞാൻ ഇന്നെടുത്ത വീഡിയോ കേട്ടോ. പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു സൈസ് ചെമ്പരത്തിയാണ്. ഇത് അത്യാവശ്യം എപ്പോഴും ഇവിടുത്തെ പൂവുണ്ട് കേട്ടോ. പിന്നെ അടുത്ത നെക്സ്റ്റ് തൈ കിളുത്ത് വരുന്നുണ്ട്. പിന്നെ കുറേ മുളകൻ തൈ ഉണ്ടായിരുന്നു. കുറേ മുളകൻ തൈ അവിടെ ഇവിടെയും കിളുക്കുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ചുമലച്ചീരയില്ല, അതിൻ്റെ അരി കൊണ്ടിട്ടായിരുന്നു, കിളുക്കുന്നേയില്ലായിരുന്നു. പിന്നെ ഇവിടെ മഴ പെയ്ത് വന്നപ്പോൾ കിളുത്തായത് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കുഞ്ഞി കിളിക്കൂടില്ലേ, ആ കിളിക്ക് അതിനകത്ത് വന്നിരിക്കുന്ന കിളിക്ക് കഴിക്കാനുള്ള ചോറും ഇച്ചിരി അരിയും വെള്ളവും കേട്ടോ താഴെ വെച്ചിരിക്കും. ഇതിൻ്റെ മേളിൽ കേട്ടോ, ഇവിടെയാണ് കിളിക്കൂട്. അപ്പോൾ അത് ഫുഡിന് വേണ്ടി പുറത്തൊന്നും പോകണ്ടല്ലോ, അതിന് വേണ്ടി കരുതലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കേട്ടോ. എപ്പോഴും നമ്മളതിനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരം വെളുക്കുമ്പോൾ നോക്കുന്നുണ്ട്, വൈകുന്നേരം വരുമ്പോൾ നോക്കുന്നുണ്ട്, രാത്രി കിടക്കുന്നതിൻ്റെ മുമ്പ് നോക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നോക്കുന്നുള്ളതുകൊണ്ട് അതിനും ഒരു പേടി, നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുമോന്നൊക്കെ കേട്ടോ. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ സത്യത്തിൽ ഇത്ര അടുത്തൊന്നും കിളിക്കൂടും കിളി മുട്ടയിടാൻ ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. കുറേ ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റാണ് നമ്മുടെ പയർ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് പിടിപ്പയറെന്ന് പറയും. അപ്പം അവത്തേലും 2 കായ ഉണ്ടായിരുന്നു, 2 പയറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു നാരകത്തെയും നമ്മൾ ടെറസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കോവലാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. ഒരുപാട് ഇഷ്ടംപോലെ കോവൽ ഓൾറെഡി നമ്മൾ പറിച്ചായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമ്മളത് നെക്സ്റ്റ് പുതിയതായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ പച്ചക്കറി തോട്ടം പൂന്തോട്ടം.